ലോക നമ്മുടെ കല്യാണി പ്രിയദർശൻ പ്രധാന കഥാപാത്രത്തിൽ വരുന്ന നസ്ലിൻ, പിന്നെ നമ്മുടെ ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോക എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കാണാം. ഡൊമിനിക് അരുണാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നത്. ടീസർ ഇറങ്ങിയ പോലെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ദുൽഖർ അണ്ണാ, ഞാൻ പറയാത് ലാസ്റ്റ് പറയാം. ഓ ഷോട്ട് ലോ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം പുള്ളിക്കാരി ഒരു സൂപ്പർ ഹീറോ അല്ല എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നസ്ലിൻ ചമൻചാക്കാണ് ജെക്സ് ബിജോയ്, സാൻഡി മാസ്റ്റർ, നമ്മൾ കാണുന്ന പോലെ അല്ല ആൾക്കാർ. ഇവളാരാ എന്താ എന്നൊന്നും നമുക്ക് ശരിക്കും അറിയ പോലുമില്ല. നിമിഷ് രവി, സാൻഡി മാസ്റ്റർ ആയിരുന്നു ഒരു നെഗറ്റീവ് ആസ്പെക്ട്. പറക്കും. ഒരു വണ്ടർ വുമൺ വൈബൊക്കെ അടിക്കുന്നുണ്ട്. വണ്ടർ വുമണും അങ്ങനെയാണല്ലോ, ഒരു പഴയ കാലത്തുണ്ടായിരുന്ന ഒരു പുള്ളിക്കാരി, മരണമില്ലാതെ. നിമിഷ് രവി, ഡൊമിനിക് അരുൺ. അത് മോസ്റ്റ്ലി അത് DQ ആനുള്ള എല്ലാ ചാൻസും. DQ അല്ലെങ്കിൽ ടൊവിനോ, അങ്ങനെ ഒരുപാട് 1-2 കമിയേഴ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓഗസ്റ്റ് 20th കൺഫേം ആയില്ല, 20th തന്നെയാണ്. ഓക്കെ, ഇത് ചില സിനിമകൾ എന്ന് പറയുന്നത്, ഇപ്പം ചില സിനിമകൾ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു, അതിൻ്റെ മ്യൂസിക് അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയും. ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്, അതിൻ്റെ എല്ലാ ഘടകങ്ങളും അടിപൊളിയായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു നല്ല സിനിമ ഉണ്ടാകുന്നത്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടതിന് ശേഷമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, മറ്റേ ചിലർ പറയല്ലേ ബജറ്റ് നോക്കാതെ എല്ലാവരും പണിയെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനൊരു സെറ്റപ്പാണ്. എനിക്ക് ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. ദുൽഖറിനെ പറ്റി പറയണം. DQനെ പറ്റി ഒരുപാട് ആളുകൾ പറയുന്നത് അദ്ദേഹം മലയാളത്തിൽ സിനിമകൾ ചെയ്യില്ല, പാൻ ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുകയാണ്, ഇതാണ് ഒരുപാട് നെഗറ്റിവിറ്റി. പോസിറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ടല്ലോ നല്ല, പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിന് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ പറയുമ്പോൾ അദ്ദേഹത്തിന് മലയാളത്തിൽ പടം ചെയ്തുകൂടെ എന്നൊക്കെ പറയുന്നത്. എന്നെ സംബന്ധിച്ച് ദുൽഖർ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു നല്ല എന്താ പറയുക, ആക്ടറിലുപരി അദ്ദേഹം നല്ല സിനിമകളുടെ ഭാഗമാകുമ്പോൾ എപ്പോഴും ദുൽഖറുണ്ട്. അത് ഏത് സിനിമ എടുത്തു നോക്കിയാലും ദുൽഖർ അതിൻ്റെ ഒരു ഭാഗമാകുന്നുണ്ട്. അത് തന്നെയാണ് ഒരു ദുൽഖർ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതായിരിക്കും. അല്ലാതെ മലയാള സിനിമയിൽ എനിക്ക് നമ്പർ 1 ആകണമെന്നൊരു രീതിയിലായിരിക്കില്ല അദ്ദേഹം ചിന്തിക്കുന്നത്. എനിക്ക് എപ്പോഴും അത് പേഴ്സണലി ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ഏതൊക്കെ സിനിമ തെലുങ്കിലൊക്കെ വരുന്ന, മറ്റ് ഭാഷകളിൽ നിന്ന് വരുന്ന സിനിമകൾ നമ്മുടെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം. മറ്റു ഭാഷകളിൽ പോയി ഡെഫിനറ്റ്ലി അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹം നല്ല സിനിമകളുടെ ഭാഗമാകുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് സ്പെഷ്യലി പറയാനുള്ളത് ഈ ഒരു സിനിമയെ പറ്റി. ഈ സിനിമയ്ക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വരുന്നുണ്ടെങ്കിൽ ആ ദുൽഖർ എന്ന് പറയുന്നൊരു ഘടകമാണ്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് കൊടുക്കുന്നൊരു എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അതിലുപരി അദ്ദേഹം അത് നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്ത് നല്ലൊരു വർക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തോന്നുന്നത്. ടീസർ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പ്രൊഡക്ഷൻ വാല്യൂ, ഇത് എത്ര നാൾ കൊണ്ടാണ് ഇവരിത് എത്ര നാൾ കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല. ഇത് റീസെൻ്റ്ലി അനൗൺസ് ആയെന്ന് കണ്ടു, ഇപ്പോൾ പടം വരാൻ പോകുന്നു. കുറേ നാൾക്ക് മുമ്പൊക്കെ ചെയ്തതായിരിക്കും. വിഷ്വൽ എനിക്ക് ഒന്നും പറയാനില്ല. വിഷ്വൽ സൈഡ് നിമിഷ് രവി വേറെ ലെവലാണ്. ഓഫ് കോഴ്സ് പിന്നെ പറയേണ്ടത് നമ്മുടെ മ്യൂസിക്കാണ്. ജെക്സ് ബിജോയ്, അദ്ദേഹത്തെ പറ്റിയും ഈ അനിരുദ്ധിൻ്റെ കാര്യം പറഞ്ഞ പോലെ വെറുതെ പറഞ്ഞ് ആ ഒരു സാധനം ക്ലീശ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇത് മലയാളത്തിൻ്റെ അതിൻ്റെ ആക്ടേഴ്സിനെ പറ്റി പറയണം. കല്യാണി പ്രിയദർശൻ പുള്ളിക്കാരിയുടെ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ്, ഡെഫിനറ്റ്ലി ഇത് പുള്ളിക്കാരി ആയിരിക്കും ഇതിൻ്റെ ഒരു മെയിൻ ഫീമെയിൽ, പുള്ളിക്കാരിക്കായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇത് ചെയ്യുന്നത്.
നസ്ലിൻ ബാക്കിയുള്ള ആൾക്കാരെല്ലാം പുള്ളിക്കാരുടെ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടാണ്. മീൻസ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്ന് അറിയില്ല, സിനിമ കാണാത്രത്തോളം എനിക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും മെയിൻ എന്ന് പറയുന്നത് കല്യാണി പ്രിയദർശനാണ്. പുള്ളിക്കാരിയെ ഒരു ലീഡിൽ വെച്ച് ദുൽഖർ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു നെക്സ്റ്റ് ലെവലാണ്. അത് ഭയങ്കര അത് മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ എത്രത്തോളം ഇത് പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും ഇവിടെ അത് നടക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നെഗറ്റീവായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്. അതും എടുത്തെടുത്ത് പറയണം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നി ഈ എടുത്ത് കണ്ടപ്പോൾ. സിനിമയെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, ഓവറായിട്ട് എക്സ്പെക്റ്റും ചെയ്യുന്നില്ല, ഓവറായിട്ട് എക്സൈറ്റഡും ആകുന്നില്ല. എന്നാൽ പോലും ഈ സിനിമ വലിയൊരു വിജയമാണ്. ഇതുപോലുള്ള സിനിമകൾ മലയാളത്തിൽ വരണം. ഇതുപോലുള്ള ടെക്നീഷ്യൻസ്, ഡൊമിനിക് അരുൺ എന്ന് പറയുന്ന അദ്ദേഹത്തെ പോലുള്ള നല്ല നല്ല ടെക്നീഷ്യൻസ് സാധാരണ കാണുന്ന സിനിമകൾ കഥകളും അതൊക്കെ എടുക്കാതെ ഇങ്ങനത്തെ സിനിമകൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ സിനിമകൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നോർമൽ ഉള്ള കഥകളിൽ നിന്ന് മാറി നോർമൽ കഥകൾ തന്നെ ആയിരിക്കും ഇതും, എന്നാൽ പോലും അതിനകത്തോട്ടുള്ളൊരു ഫാൻറ്റസിയും കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് നല്ലൊരു സിനിമയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു സിനിമയ്ക്ക് അനൗൺസ് ചെയ്തിടം തൊട്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് കെമിയോസൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഡിക്കും കൂടെ വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ അതൊരു ഭയങ്കര അങ്ങനെ എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല. എന്നാൽ പോലും നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.